വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ റോമൻ കത്തോലിക്ക ദേവാലയമായ നാഷണൽ ഷ്രൈൻ ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ബസിലിക്കയിൽ ജപമാലയർപ്പിച്ച് പ്രാർത്ഥിക്കാനായി ആയിരക്കണക്കിന് തീർത്ഥാടകർ ഒത്തുകൂടി. സെന്റ് ജോസഫ് പ്രവിശ്യയിലെ ഡൊമിനിക്കൻ സന്യാസിമാരും കൺഫ്രറ്റേണിറ്റി ഓഫ് മോസ്റ്റ് ഹോളി റോസറിയുടെ പ്രാദേശിക വിഭാഗവുമാണ് ജപമാലയ്ക്ക് നേതൃത്വം വഹിച്ചത്. കോളേജ് വിദ്യാർത്ഥികൾ, കുഞ്ഞുങ്ങൾ, മുതിർന്നവർ തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ജപമാലയിൽ പങ്കെടുത്തു. വചന സന്ദേശം, ആരാധന, കുമ്പസാരം, വിശുദ്ധ കുർബാന എന്നിവയും ജപമാലയോടൊപ്പം നടന്നു. ആളുകളെ യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സെൻറ്റ് ഡൊമിനിക്കിൻ്റെ തീക്ഷ്ണതയിൽ പങ്കുചേരുക എന്നീ 2 ലക്ഷ്യങ്ങളാണ് തീർത്ഥാടനത്തിന് പിന്നിലുണ്ടായിരുന്നതെന്ന് ഡൊമിനിക്കൻ ഫ്രിയേഴ്സ് ഫൗണ്ടേഷൻ്റെ ഡയറക്ടറും വാഷിംഗ്ടണിലെ സെൻറ്റ് ജൂഡ് റോസറി ദേവാലയത്തിൻ്റെ ഡയറക്ടറുമായ ഫാദർ ജോൺ പോൾ പറഞ്ഞു. 1216 ഡൊമിനിക് ഡി ഗുസ്മാൻ സ്ഥാപിച്ച ഡൊമിനിക്കൻ സമൂഹം ഓർഡർ ഓഫ് പ്രീച്ചേഴ്സ് എന്നും അറിയപ്പെടുന്നു. പാരമ്പര്യമനുസരിച്ച് ജപമാല ഭക്തി ഏറ്റവുമധികം പ്രചരിപ്പിക്കുന്ന സമൂഹമാണ് ഡൊമിനിക്കൻ സമൂഹം. 9 മാസത്തെ നൊവേനയുടെ സമാപനമായ ജപമാല തീർത്ഥാടനത്തിൽ പങ്കുചേരാൻ വിദൂരത്തു നിന്നുവരെ ആളുകൾ എത്തിച്ചേർന്നിരുന്നു.